ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നല്ല ചൂടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തണുത്ത ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല തണുത്ത കോൾഡ് കോഫിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കോൾഡ് കോഫിക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് കഴിക്കുമ്പോൾ ആ കോഫി നല്ല തിക്കായിട്ടിരിക്കും. അങ്ങനെ നല്ല തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്നല്ലെങ്കിൽ അതിനകത്ത് ഐസ്ക്രീം അല്ലെങ്കിൽ ക്രീമൊക്കെ ചേർത്തിട്ടാണ് സാധാരണ കോൾഡ് കോഫി ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ വീട്ടിലേക്കും കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഐസ്ക്രീമോ ക്രീമോ ഒന്നും ചേർക്കാണ്ട് ജസ്റ്റ് പാലും പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പിന്നെ ഐസും പിന്നെ പഞ്ചസാരയും ഇതും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് കറക്കിയിട്ടാണ് നമ്മൾ സാധാരണ വീടുകളിലേക്ക് ഉണ്ടാക്കുക. പക്ഷേ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 സിപ്പൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല തിക്കായിട്ടിരിക്കും. നമ്മുടെ കോൾഡ് കോഫി ഇങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന സെയിം ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിലാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ ക്രീമോ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഈ കോൾഡ് കോഫി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ കോൾഡ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. എൻ്റെ കപ്പ് 250 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ 2 കപ്പ് ആകുമ്പോൾ 500 ml പാലാണ് എടുത്തേക്കുന്നത്. ഇനി ഈ 500 ml പാലിൽ നിന്ന് 150 ml പാല് നമ്മളിതിലേക്ക് റവയും കൂടിയും ചേർത്തിട്ട് ഈ പാല് നമ്മൾ കുറുക്കിയിട്ടെടുക്കും. അപ്പോൾ അതിലേക്ക് റവ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 1 കപ്പ് പാലിലേക്കാണ് ചേർക്കുന്നത്. 1 കപ്പ് പാല് സെപ്പറേറ്റ് നമ്മൾ മാറ്റി വയ്ക്കും. ആ പാല് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് നീക്കി വയ്ക്കണം. അതിപ്പോൾ നമ്മൾ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കണത് തണുത്ത പാലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാച്ചിയിട്ടാണ് പാൽ എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തണുപ്പിച്ചിട്ട് 1 കപ്പ് മാറ്റി വയ്ക്കുക. 1 കപ്പ് ഈ റവ കുറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ റവ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് വേണ്ടത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ എടുക്കണം. സാധാരണ നമ്മൾ നാട്ടിൽ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം സാധാരണ കാപ്പി പൊടി ഉണ്ടല്ലോ, ആ കാപ്പി പൊടി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ നെസ് കോഫിയാണ് എടുത്തേക്കുന്നത്. അത് നെസ് കോഫി തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് ഇൻസ്റ്റൻറ്റ് കോഫി ആയിരുന്നാലും കുഴപ്പമില്ല, ബ്രൂ ആയിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. റവയും 1.5 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണം. പഞ്ചസാര ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ എന്ത് സാധനം നമ്മൾ ചെറിയ ചൂടോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. പക്ഷേ നമ്മൾ തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ അതിന് മധുരം ഒന്നും കുറയുമല്ലോ. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഈ പാല് നമുക്കൊന്ന് കുറുക്കിയിട്ടെടുക്കണം. പിന്നെ ഇത് റെഡിയാക്കുന്ന സമയത്ത് മിക്സിയിലിട്ടിട്ട് നമ്മൾ കറക്കിയിട്ടെടുക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഐസും ചേർക്കും. പിന്നെ ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് വേണമെന്നൊരു നിർബന്ധമില്ല, നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാലൊന്ന് കുറുക്കിയിട്ടെടുക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ 2 കപ്പ് പാലാണല്ലോ ചേർക്കണത്. അപ്പോൾ 1 കപ്പ് പാലുണ്ടാവും ഇപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞാനിതിലേക്ക് ഇപ്പോൾ 1 കപ്പ് പാല് ചേർത്തു. 1.5 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി ചേർക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് നെസ് കോഫിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റൻറ്റ് കോഫി എടുക്കാം കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ തുടങ്ങി 1.25 ടേബിൾ സ്പൂൺ വരെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.25 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കോഫി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടിയും എല്ലാവരും കുറച്ചൊന്ന് കൂടി നിൽക്കണം, എല്ലാം കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ തീ ഓണാക്കാം. ഇത് അടിയിൽ പിടിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഈ റവ ഇതിനകത്ത് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ നമ്മുടെ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാണ്. അല്ലെങ്കിൽ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായിട്ട് വരും. പക്ഷേ നമ്മുടെ റവ നമുക്ക് അങ്ങോട്ട് ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ റവ ഇതിൽ കിടന്നിട്ട് വെന്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. പിന്നെ ഇത് അടിയിലൊന്നും പിടിക്കാണ്ട് നിങ്ങൾ പ്രത്യേകം നോക്കണം കേട്ടോ. കാരണം സൈഡിൽ നിന്ന് അടിയിൽ നിന്നൊക്കെ ഇളക്കി കൊടുക്കണം. കനം കുറഞ്ഞ പാത്രമൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സൈഡിലൊക്കെ പിടിക്കും. ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരണം. റവയ്ക്ക് വെന്തിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഒരു ക്രീം പോലെ ആയിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുന്ന പോലെ ഇങ്ങനെ തോന്നണില്ലേ, അതേപോലെ ഇങ്ങനെ വരണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഭയങ്കരമായിട്ട് അങ്ങോട്ട് തിക്കായി പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. കാരണം ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവും. അപ്പോൾ എടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ക്രീം പോലെ വേണോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എക്സ്ട്രാ 1 കപ്പ് പാലും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പാല് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാച്ചിയിട്ട് കുടിക്കാനാണ് പാലെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാച്ചിയിട്ട് എടുക്കുക. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇതിനകത്തേക്ക് 1 കപ്പ് പാല് ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എക്സ്ട്രാ 1 കപ്പ് പാല് ചേർക്കുക. അപ്പോൾ എക്സ്ട്രാ ചേർക്കണ ആ പാലും നന്നായിട്ട് തണുത്ത പാലായിരിക്കണം ചേർക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റവ കുറുക്കിയെടുത്തേക്കണം ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടോട് കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കരുത്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇത് ഫുള്ളായിട്ട് ചേർക്കാം. ഇതിൻ്റെ കളറ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ അരവണ പായസം ഉണ്ടാക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു കളറ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. ഇത് 2 കപ്പ് പാലുണ്ടായിരുന്നു കേട്ടോ. പാല് മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഐസും ചേർക്കാം. അത് നമ്മുടെ തണുപ്പിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട കേട്ടോ. കുറേ അങ്ങോട്ട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം പോലെ ആവുമല്ലോ. ഇനി ഇത് നമുക്കൊന്ന് കറക്കിയിട്ട് എടുക്കാം. ഇതിങ്ങനെ കറക്കിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. എന്നാൽ ഭയങ്കര തിക്കായിട്ട് ഇരിക്കരുത് കേട്ടോ. അത് ഞാൻ പറഞ്ഞങ്ങനെ കറക്റ്റ് അളവിൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ട് വരില്ല. കാരണം ഭയങ്കര തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് കറക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ കറക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് കറക്കണ്ട കേട്ടോ. ലോ സ്പീഡിലിട്ടിട്ട് കറക്കിയാൽ മതി. നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതിപ്പോൾ നല്ല ക്രീം പോലെയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതില്ലേ കുഴപ്പമുണ്ടോ? നന്നായിട്ടുണ്ടായിരുന്നു ഒഴിച്ചപ്പോൾ. ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഐസ് ചേർക്കുമ്പോൾ ഒരുപാട് ഐസ് ചേർക്കരുത് കേട്ടോ. കുറേ ഐസ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് എടുക്കുമ്പോൾ ഐസിൻ്റെ വെള്ളം കൂടി വന്നിട്ട് ഭയങ്കര വെള്ളം പോലെയാവും. അപ്പോൾ നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോട്ടേട്ടാ. നല്ല തണുപ്പുണ്ട്. നല്ല മധുരമുണ്ട്. നല്ല ക്രീം പോലെയാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെയുണ്ട്. പിന്നെ മുകളിൽ ചോക്ലേറ്റ് ഇട്ടുണ്ടായിരുന്നല്ലോ, ചോക്ലേറ്റും കൂടിയിട്ട് അങ്ങോട്ട് സിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് തോന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ റവയൊക്കെ ഞാൻ പറഞ്ഞേക്കണം അത്രയ്ക്ക് അളവിൽ തന്നെ ചേർക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് ചേർക്കുകയും ചെയ്യരുത്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായി പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നാലും നല്ല ഇഷ്ടം.